എറണാകുളം കോതമംഗലം എം.എ. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അരുണാചൽ സ്വദേശി മിച്ചി മാർപ്പുവിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ. കോളേജിന്റെ ഗേറ്റ് തുറന്ന് അകത്തു കയറിയ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മാനേജ്മെന്റും വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച തുടരുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു വിനോദ് ചേരുന്നുണ്ട്. വിഷ്ണു, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? നിലവിൽ ചർച്ച പൂർത്തിയായിട്ടുണ്ടോ? നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നിലവിലും പ്രതിഷേധം കടുപ്പിക്കുന്ന വിദ്യാർത്ഥികൾ പ്രതിഷേധം മാനേജ്മെൻറ്റിനെതിരെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിലവിലിപ്പോൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളും വിദ്യാർത്ഥി പ്രതിനിധികളും, അതായത് 20ഓളം വിദ്യാർത്ഥികളടങ്ങുന്ന വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ട് ഇപ്പോൾ നിലവിൽ ചർച്ച കോതമംഗലം എം.എ. കോളേജിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികൾ കൃത്യമായ ആവശ്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജ്മെൻറ്റിന് മുൻപാകെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായ നടപടി അല്ലെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ആദ്യമേ തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് മിർച്ചിയുടെ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കോളേജിൻ്റെ ഭാഗത്തു നിന്നും നൽകണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം കോളേജിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 1.5 മണിക്കൂർ ഈ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് മാനേജ്മെൻറ്റായിട്ടുള്ള ചർച്ച ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിടുന്ന ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നടപടി എടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള പോരായ്മ അല്ലെങ്കിൽ ഒരു സമയതാമസം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ കണ്ടതാണ് രാവിലെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് ഉപരോധിക്കുന്ന, അതായത് പ്രിൻസിപ്പളിനെ അകത്തിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ചുറ്റും കൂടിയിരുന്നു കൊണ്ട് ഓഫീസ് ഉപരോധിക്കുന്ന ആ ഒരു സാഹചര്യം വരെ ഇപ്പോൾ രാവിലെ നമ്മൾ ആ ഒരു സാഹചര്യം വരെ കണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ട് ഇപ്പോൾ നിലവിൽ മാനേജ്മെൻറ്റ് അധികൃതർ ചർച്ചയ്ക്ക് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ആ ചർച്ച ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ തന്നെ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള SFIയും KSUവും എല്ലാം ഈ ഒരു വിദ്യാർത്ഥികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടും രംഗത്തെത്തുന്ന ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അത് വിദ്യാർത്ഥി സംഘടനയുമായിട്ടുള്ള അനുനയ ശ്രമവും അവരുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നുള്ള ആ ഒരു പ്രധാന കാര്യങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള SFI KSU അടക്കമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ നിലവിൽ ഈ മാനേജ്മെൻറ്റിന് മുൻപാകെ നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും നിലവിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള അദ്ദേഹം ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾ, അതായത് പ്രതിഷേധം നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻപിലേക്ക് വരികയും എഴുതി തയ്യാറാക്കിയ ഒരു സർക്കുലർ വിദ്യാർത്ഥികൾക്ക് നേരെ മുൻപാകെ വായിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ രാവിലെ കണ്ടതാണ്. പോലീസ് അന്വേഷണം ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയത്തിനകത്ത് നടക്കുന്നുണ്ട്. അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. കുറ്റക്കാരാരാണോ അവർക്കെതിരെ കണ്ടെത്തുന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. മാതാപിതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് അധികൃതർ തയ്യാറാണ്. കേസ് നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ എന്നുള്ള കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ആ ഒരു സർക്കുലർ നോക്കി കൃത്യമായിട്ട് ഈ പ്രിൻസിപ്പൽ വായിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളാകട്ടെ ഈ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. എന്നാണെങ്കിലും വിദ്യാർത്ഥികളും ഈ പറയുന്ന മാനേജ്മെൻറ്റ് അധികൃതരുമായിട്ടുള്ള ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അരുണിമ.
ശരി, വ്യക്തമാണ്. എന്തായാലും കനത്ത പ്രതിഷേധമാണ് കാണാൻ സാധിക്കുന്നത്. മാനേജ്മെന്റും വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു വിനോദാണ്.